ഇവിടെ പറയുന്നിടക്ക് ഫൈസൽ മലോയ് പറഞ്ഞു, അസ്കലാനി എവിടെ പറഞ്ഞു, അത് ഞമ്മക്കും അറിയില്ല, നമുക്കും കിട്ടിയില്ല എന്നുള്ളത്. എന്നാൽ മൗലവി മനസ്സിലാക്കണം, ഫൈസൽ സാർ ശരിക്കും മനസ്സിലാക്കണം, അത് നിങ്ങൾക്ക് ലഭിക്കാത്തതുള്ളൂ. സുന്നികളായ ഞങ്ങൾക്ക് അസ്കലാനി അത് എവിടെ പറഞ്ഞു എന്ന് ഞങ്ങൾക്കറിയാം. ബഹുമാനപ്പെട്ട ഇമാം അസ്കലാനി, അവിടുത്തെ സന്തത സഹചാരിയായ ബഹുമാനപ്പെട്ട ഹാഫിദുസ് സഹാവി, അവിടുത്തെ മരിക്കുന്നത് വരെ, അസ്കലാനി ഇമാം വഫാത്താകുന്നവരെ കൂടെ നടന്ന വഫാത്ത് വരെ ലാസിമായിരുന്നു എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട സഹാബി ഇമാം പറയാണ്, എന്നോട് എന്റെ ഉസ്താദ് പറഞ്ഞു, ഹിജ്റ 802 ഹിജ്റ 902 ഇമാം സഹാബി വഫാത്താകുന്നത്. ഇമാം സുയൂത്തിക്ക് മുമ്പ് ആരെങ്കിലും ഉദ്ധരിച്ചിട്ടുണ്ടോ? സുയൂത്തിയിൽ നിന്നാണ് ഇതെല്ലാം പോന്നത് എന്നാണ് ഇവിടെ ഫൈസൽ സാർ പറഞ്ഞത്. അല്ല, സുയൂത്തി ഇമാമിന്റെ മുമ്പ് തന്നെ അസ്കലാനി ഇമാമിൽ നിന്ന് ഓതി പഠിച്ച, അവിടുത്തെ ലാസിമാക്കിയ ഹാഫിദുസ് സഹാബി, അവിടുത്തെ അൽ അജ്വിബത്തുൽ മർദിയ ഫീമാ സുഇല സഹാബി അൻ അസ്ഇലത്തിൻ നബവിയ എന്ന് പറയുന്ന തന്റെ ഫതാവയിൽ പറയുന്നു, എനിക്ക് എന്റെ ഉസ്താദിൽ നിന്ന് വിവരം കിട്ടിയിട്ടുണ്ട് എന്ന്. പിന്നെ പറഞ്ഞത് ബിദ്അത്തുൻ ഹസനയാണ് എന്നല്ലേ. ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞാൽ അങ്ങനെ ബിദ്അത്താണ് എന്ന് പറഞ്ഞ് തള്ളി ഒഴിവാക്കാനുള്ളതാണോ? നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ബഹുമാനപ്പെട്ട അബൂ ശാമ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഫൽ ബിദ്അത്തുൽ ഹസനതു മുത്തഫഖുൻ അലാ ജവാദി ഫിഅലിഹാ വൽ ഇസ്തിഹ്ബാബി ലഹാ വറജാഇ സവാബി ലിമൻ ഹസനത് നിയ്യതുഹു. അതേ, ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞാൽ അത് ജായിസാണെന്നുള്ള വിഷയത്തിൽ ഇത്തിഫാഖുണ്ട്, പണ്ഡിതന്മാരുടെ ഏകോപിച്ച അഭിപ്രായമുണ്ട്. അതേ, അത് സുന്നത്താണെന്ന വിഷയത്തിലും ബിദ്അത്തുൽ ഹസന മുത്തഫഖുൻ അലൈഹിയാണ്, അത് സുന്നത്താണ വിഷയത്തിൽ ഞങ്ങൾ സുന്നികളാണ്. ബഹുമാനപ്പെട്ട അബൂ ശാം പറഞ്ഞു അത് സുന്നത്താണ് എന്ന്, ഞങ്ങൾ അതനുസരിച്ച് അമൽ ചെയ്യുന്നു. ബിദ്അത്തുൽ ഹസന ബിദ്അത്താണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാനല്ല പണ്ഡിതന്മാർ പഠിപ്പിച്ചത്, അത് സുന്നത്താണ് എന്നാണ് പഠിപ്പിച്ചത്. ഇനിയുമുണ്ട്, ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തിയും പറഞ്ഞു അത് സുന്നത്തുള്ള കാര്യമാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇബ്നു ഖാസിം തങ്ങളും ശർവാനിയും തെർഷിയും ഇവരെല്ലാവരും പറയുന്നു ബിദ്അത്തുൽ ഹസന എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാനുള്ളതല്ല, അത് സുന്നത്താണ് എന്ന്. ബഹുമാനപ്പെട്ട ഇമാം ശാമിയും പറഞ്ഞു, മുഹമ്മദ് ഇബ്നു യൂസുഫ് സ്വാലിഹി അശ്ശാമി 944 വഫാത്തായ പണ്ഡിതനാണ്. അസ്സവാബു അന്നഹു മിനൽ ബിദഅത്തിൽ ഹസനത്തി അൽ മൻദൂബതി, സുന്നത്താക്കപ്പെട്ടതായ ബിദ്അത്തുൽ ഹസനയിൽപ്പെട്ടതാണ് എന്ന് ഇമാം ശാമിയും പറഞ്ഞു. അതേപോലെ തന്നെ ജാമിഉൽ ആസാർ, ലോകപ്രസിദ്ധ പണ്ഡിതനായ ഇബ്നു നാസിറുദ്ദീൻ ദിമിഷ്കിയുടെ ഗ്രന്ഥമാണ്, അതിലും പറഞ്ഞു ബിദ്അത്തുൽ ഹസനത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്താണ് എന്ന് പറഞ്ഞു. ഫത്ഹുൽ മുബീനിൽ ഇബ്നു അദിൽ ഹൈതമിയും പറഞ്ഞു ബിദ്അത്തുൽ ഹസന എന്ന് പറഞ്ഞാൽ സുന്നത്താണ് എന്നാ പറഞ്ഞത്. ഇആനത്തു ത്വാലിബീൻ പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് അയിമത്ത് പറഞ്ഞു. പിന്നെ ഞാൻ അതിലെ ഹദീസ് ഓതിയിരുന്നു, ശാബിറു ഫീഹിൽ ഫുഖഹാ വൽ ആബിദീൻ, അതിനെക്കുറിച്ച് സ്വഹീഹാണോ എന്ന വിഷയം പോട്ടെ എന്ന്, അങ്ങനെ പോകാനുള്ളതല്ല ഇത്. ബഹുമാനപ്പെട്ട ഇമാം നൂറുദ്ദീൻ ഹൈസമി മജ്മുഉ സവായിദിൽ പറയുന്നു ഇതിന്റെ പരമ്പര സുദൃഢമാണ് എന്ന് പറയുന്നു. ബഹുമാനപ്പെട്ട ഇമാം അൽ ഹിന്ദി, അവിടുത്തെ കൻസുർ റാഗബിൽ 900 പണ്ഡിതനാണ്, അവരും പറയുന്നു ഇതിന്റെ പരമ്പര സുദൃഢമാണ് എന്ന്. അങ്ങനെ അയിമ്മത്ത് പറഞ്ഞാണെന്ത് ശാബിറു ഫീൽ ഫുഖഹാ വൽ ആബിദീൻ, അത് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഇബ്നുൽ ജസരി പറഞ്ഞു എന്ത്, ഇത് ഒരാൾ മൗലിദ് ആഘോഷിച്ചാൽ എന്താണ് ആ കൊല്ലൊരു മുസീബത്ത് ഉണ്ടാവില്ല എന്ന്. ഇബ്നു ഹജർ തങ്ങളെ ഇസ്മാം നിയമത്തിൽ കുറിച്ച് മറച്ചു നോക്കിയത്. ശരി ശരി, അൽഹംദുലില്ലാഹ്, ആള് ഉസാറാണല്ലോ, വിചാരിച്ച പോലെ ഒന്നുമല്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അതാണ് വേണ്ടത്, അതാണ് അംഗീകാരം. അപ്പൊ എന്തായാലും ഇപ്പൊ ഞാൻ അവസാനപ്പെടുത്തിക്കുന്നത് നല്ല വിധേയത്തൊക്കെ സുന്നത്താണ്. പിന്നെ സുന്നത്ത് തന്നെ പോലെ നല്ല വിധേയത്ത് തരണം, പിന്നെ സുന്നത്ത് തന്നെ പോലെ പിന്നെ എന്താ നല്ല വിധേയത്ത് തരണത്? വിധേയത്താണെങ്കിൽ സുന്നത്താവൂല, സുന്നത്താണെങ്കിൽ വിധേയത്വം ആവൂല, അതല്ല ഇസ്ലാം. ഒരു കാര്യം വിധേയത്താണെങ്കിൽ പിന്നെ സുന്നത്തല്ല, സുന്നത്താണെങ്കിൽ പിന്നെ വിധേയത്വമല്ല. ഇത് വിധേയത്താണ് പക്ഷെ സുന്നത്താണ്, ഇതെന്താ ഏർപ്പാട്? അങ്ങനെയുണ്ടോ നീല് സഹോദരന്മാർ? എന്തായി പറഞ്ഞതൊക്കെ അപ്പൊ മിനൽ ബിദഅഇൽ ഹസന എല്ലാവരും ഊന്നി പറഞ്ഞു നല്ല ബിദഅത്ത്. എപ്പോഴാ പറഞ്ഞത്? അതും പ്രത്യേകം എടുത്ത് പറഞ്ഞു. ബിദഅത്ത് ഹസന പറഞ്ഞതൊക്കെ പ്രത്യേകം പറഞ്ഞത് എന്താ? അന്ന് നടക്കുന്ന നല്ല കാര്യങ്ങൾ അത് മാത്രം ചെയ്യുകയാണെങ്കിൽ അതിനെപ്പറ്റിയാ പറഞ്ഞത്, അല്ല അമൽ മൗലിദല്ല. അന്ന് നടക്കുന്ന നല്ല കാര്യങ്ങൾ അതാണ് ഫമൻ തഹറൽ മഹാസിന വതജന്നബ ളിദ്ദഹാ ഫഹുവ മിനൽ ബിദഅഇൽ ഹസന വഇല്ലാ ഫലാ. നന്മകളൊക്കെ അയാൾ ചെയ്യുന്നു, അല്ലാത്തൊക്കെ ഒഴിവാക്കുന്നു എങ്കിൽ നല്ല ബിദഅത്ത്, വഇല്ലാ ഫലാ, ഇല്ലെങ്കിൽ അതുമില്ല. അതല്ലേ പറഞ്ഞുള്ളൂ. എന്നിട്ട് ഏതായാലും ഇപ്പൊ നല്ല ബിദഅത്ത് സ്ഥാപിക്കാനാണ്. അപ്പൊ ഞാൻ അവസാനം പറഞ്ഞതാണ്, ഇപ്പൊ ഇതിൽ നമുക്ക് ഇനി ഏതായാലും തെളിഞ്ഞു കിട്ടുന്നത് ഏതായാലും ബിദഅഇകൾ എന്ന് പറഞ്ഞത് ഈ പറയപ്പെട്ട മനുഷ്യന്മാരെന്ന് ഉറപ്പാണ്.
കാരണം ഒരു നല്ല വിധേയത്തൊക്കെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ നല്ല വിധേയത്താണ്, അതൊക്കെ സുന്നത്താണ് എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവരാണ് ബിദ്അത്ത് ഉറപ്പ്. ഞങ്ങളെ സംബന്ധിച്ച് ബിദ്അത്ത് നല്ലതാവട്ടെ ചീത്തയാവട്ടെ ഏതായാലും നമുക്കത് വേണ്ട, അത്രയേ ഉള്ളൂ. ഞങ്ങൾക്കത് വേണ്ട. നല്ല വിധേയത്തോ മോശപ്പെട്ട വിധേയത്തോ എന്ത് വിധേയത്താണോ ബിദ്അത്ത് എന്ന് കേട്ടാൽ ആ വൈക്കം ഉണ്ടാവില്ല. എന്നിട്ടും ഞങ്ങളെപ്പറ്റി വലിയ വിധേയികളാണ് പുത്തമ്പസ്ഥാനക്കാരത് പറഞ്ഞതാണ് നമുക്ക് പിന്നെ എന്താ മനസ്സിലാവാത്തത്. ഇനി മാത്രമേ ബിദ്അത്തിന്റെ രണ്ട് രൂപത്തിൽ പണ്ഡിതന്മാർ നോക്കി കണ്ടവരുണ്ട്. അതിന് ചർച്ച പോയി പിന്നെ നീണ്ടു പോകും. നബിയുടെ കാലത്തില്ലാത്ത എല്ലാത്തിനെയും ബിദ്അത്ത് എന്ന് പറഞ്ഞവരുണ്ട്. ഇബാദത്തോ ആദാത്തോ ഒന്നും പരിഗണിക്കാതെ, അതല്ല ഇബാദത്തുകൾ മാത്രം പരിഗണിച്ചു പറഞ്ഞവരുണ്ട്. ആ താരീഫ് പ്രകാരം ഈ പറയപ്പെട്ട ഈ മസ്അലയിൽ വീക്ഷണ വ്യത്യാസങ്ങൾ വരും. ഇമാം ഷാഫി റഹ്മത്ത് പറഞ്ഞ താരീഫ് അല്ല ശേഷക്കാരായ പലരും പറഞ്ഞത്. ഇമാം ഷാഫി റഹ്മത്ത് പറഞ്ഞ താരീഫ് മാലം യുഹദ് ഫീ അഹദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിന്റെ കാര്യത്തിൽ ഇല്ലാത്തതൊക്കെ അത് എന്തായിക്കോട്ടെ, അത് പ്രകാരം ദുന്യവിയായ കാര്യമാവട്ടെ എന്തുണ്ടായാലും അതൊക്കെ ബിദ്അത്തിന്റെ വകുപ്പിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത്. അപ്പൊ നല്ല ബിദ്അത്ത് ഉണ്ടാവും, മോശപ്പെട്ട ബിദ്അത്ത് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് മോശപ്പെട്ട ബിദ്അത്ത് നല്ല ബിദ്അത്തിന് അവരൊക്കെ ഉദാഹരണം പറഞ്ഞത് എന്താ? ഇമാം ഷാഫി ആവട്ടെ, അതേപോലെ ഇസ്മുൽ അബ്ദുസ്സലാം ആവട്ടെ, ഇമാം ഖറാഫി ആവട്ടെ, അവരൊക്കെ നല്ല ബിദ്അത്തിന് ഉദാഹരണം പറഞ്ഞത് എന്താ? മദ്രസ ഉണ്ടാക്കല്, അതേപോലെയുള്ള പർണശാല ഉണ്ടാക്കല്, നഹ്വിന്റെ കിതാബ് ഉണ്ടാക്കല്, ഫിഖ്ഹിന്റെ കിതാബ് ഉണ്ടാക്കല്, ഇതൊക്കെയല്ലേ നല്ല ബിദ്അത്തിന് ഉദാഹരണം പറഞ്ഞത്. അല്ല ദീനിൽ പുതിയ ആചാരം ഉണ്ടാക്കി കൊണ്ടുവരുന്നതിന് അവരാരും നല്ല ബിദ്അത്ത് ന്യായം പറഞ്ഞോ? ഇല്ലല്ലോ. അത് ഞാൻ പറഞ്ഞു, ഈ ആചാരം വന്നതിന് ശേഷം അനുകൂലിച്ചവരുണ്ട്, പ്രതികൂലിച്ചവരുണ്ട്. അന്ന് തുടക്കം മുതലേ പറഞ്ഞു പോകുന്നതാണ്. അതിന് കുറെ കിതാബ് വായിക്കേണ്ട കാര്യമില്ല. തുടക്കം മുതലേ പറഞ്ഞു പോകുന്നതാണ്. അനുകൂലിച്ചവരുണ്ട്, പ്രതികൂലിച്ചവരുണ്ട്. ഹിജ്റ 630 മുളഫർ രാജാവ് മരിക്കുന്നത്. അതിനുശേഷം ജീവിച്ച പണ്ഡിതന്മാരിൽ ഇത് ഒരുപാട് ചർച്ച വന്നു. അനുകൂലിച്ചവരും പ്രതികൂലിച്ചവരുമുണ്ട്. എന്നാൽ അനുകൂലിച്ചവരും പ്രതികൂലിച്ചവരും ഒരേ സ്വരത്തിൽ ഇത്തിഫാക്കായി പറയുന്നു, ഇത് ആദ്യ 3 നൂറ്റാണ്ടുകളിൽ ഇല്ല, ഇത് 300 ശേഷം വന്നതാണ്, സലഫ് സ്വാലിഹീങ്ങൾ ചെയ്തിട്ടില്ല. അത് നിങ്ങളിൽ പറഞ്ഞ അബൂ ഷാമയും പറഞ്ഞു, അതേപോലെ ഇമാം അസ്ഖലാനിയും പറഞ്ഞു, ഇയാൻ ത്വാലിബിയിലും പറഞ്ഞു, അവരൊക്കെ അത് പറഞ്ഞു. പിന്നുള്ളത് നിഅമത്തുൽ കുബ്ര ആയാലെന്നാണ്. അത് ഹൈത്തം ഉണ്ടാക്കിയത് പറയാന്നല്ലാതെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഹൈത്തമിന്റെ പേര് കിതാബ് ഉണ്ടെന്നല്ലാതെ അത് തുടങ്ങുന്നതാണ്. നേരെ കിതാബ് ഫസ്റ്റ് പേജ് തുടങ്ങുന്നത് തന്നെ മൗലൂദ് എത്ര കൂലിട്ടും എന്ന് പെട്ടൊരു കിതാബ് തുടങ്ങുന്നത് തന്നെ. അപ്പൊ പിന്നെ അത് ഏതായിരുന്നാലും അങ്ങനെ കിതാബ് ആരംഭിക്കുമെന്ന് വിചാരിക്കാൻ മാത്രമൊന്നുമില്ല. ആവട്ടെ. പിന്നെ ഇമാം അസ്ഖലാനിയുടെ ഈ ഒരു ഫത്വ ഞാൻ നേരത്തെ പറഞ്ഞെന്താ, ഇമാം അസ്ഖലാനിയുടെ കിതാബിൽ എവിടെയും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഇമാം അസ്ഖലാനി കിതാബിലില്ല, ശിഷ്യന്റെ കിതാബിലുള്ളത്. ശിഷ്യൻ അത് ഇല്ലാന്നിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് അസ്ഖലാനി കിതാബിലില്ലാന്നാ. അസ്ഖലാനി കിതാബ് എവിടില്ല, അത് ശരിയാണ്. അപ്പൊ ശരി, അൽഹംദുലില്ലാഹ്, എനിക്ക് സമാധാനമായി. ഇമാം അസ്ഖലാനി കിതാബിൽ എവിടെയും അതില്ല. ശിഷ്യന്മാര് പറഞ്ഞു ശരിയാണ്, നീ ശിഷ്യൻ പറഞ്ഞിട്ടില്ല ജയിക്കുക. സുയൂത്തി അസ്ഖലാനിയും തമ്മിൽ അതേ കാലത്ത് വ്യത്യാസമൊന്നുമില്ല. 852 ഇമാം അസ്ഖലാനി മരിച്ചത്, സുയൂത്തി 911 മരിച്ചത്. അപ്പൊ അത്രയധികം വ്യത്യാസമൊന്നുമില്ല, 60 കൊല്ലത്തെ ഗ്യാപ്പേ ഉള്ളൂ. പക്ഷെ പറഞ്ഞത് ഇമാം അസ്ഖലാനി കിതാബിൽ എവിടെയും അതില്ല എന്ന് ഞാനിപ്പോ. ശിഷ്യന്മാരുടെ കിതാബിലുണ്ട്, ശിഷ്യന്മാരുണ്ട്, ഉദ്ധരിച്ചു പോകുന്നവരുണ്ട്, ആയിക്കോട്ടെ. അത് ഞാൻ പറഞ്ഞു, അതുണ്ട് വെക്കുക, ഉണ്ടെന്ന് വെക്കുക. അതിൽ ഇമാം അസ്ഖലാനി പറഞ്ഞത് എന്താ? ഇത് ബിദ്അത്താണ്. അതല്ലേ പറഞ്ഞത് ഇത് ബിദ്അത്താണ്. എങ്ങനെ? ആദ്യം അസ്ലു അമലിൽ മൗലിദ് ബിദ്അ. മൗലിദ് എന്ന അമലിന്റെ അസ്ലു ബിദ്അത്താണ്, അടിസ്ഥാനം തന്നെ ബിദ്അത്താണ്. ലം തുൻഖൽ അൻ അഹദിൻ മിനസ് സലഫി സ്വാലിഹി മിനൽ ഖുറൂനി സലാസ. ഉത്തമമായ 3 നൂറ്റാണ്ടിലെ ഒരാളിൽ നിന്നും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഉത്തമമായ 3 നൂറ്റാണ്ടിലെ ഒരാളിൽ നിന്നും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് പറഞ്ഞത്. വലാകിന്നഹ, എന്നാൽ ആ ഒരു ആചാരത്തിന്റെ ഭാഗമായി ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? പല രൂപത്തിലുണ്ട്. വലാകിന്നഹ മഅ ദാലിക് ഖദ് ഇസ്തമലത് അലാ മഹാസിന വദിദ്ദിഹ. ചില നന്മകളുണ്ട്, അല്ലാത്തതുമുണ്ട്. ഫമൻ തഹറൽ മഹാസിൻ വതജന്നബ ദിദ്ദഹ, ഒരാൾ നന്മകൾ മാത്രം എടുക്കുകയും അല്ലാത്തൊക്കെ ഒഴിവാക്കുകയും ചെയ്യുന്നുവെങ്കിൽ കാന ബിദ്അത്തൻ ഹസന, നല്ല ബിദ്അത്താണ്. അപ്പൊ ഇനിയിപ്പോ ആകെ എന്തേ ഉള്ളൂ? നല്ല ബിദ്അത്താണ്, എന്നാലും ചെയ്യാൻ നിങ്ങൾ ചെയ്തോളി, അത്രേ ഉള്ളൂ. നിങ്ങൾ ചെയ്തോളി. നല്ല ബിദ്അത്താവട്ടെ ചീത്ത ബിദ്അത്താവട്ടെ നമ്മളെ സംബന്ധിച്ച് ഒരു ബിദ്അത്തും സ്വീകാര്യമല്ല. എല്ലാ ബിദ്അത്തും കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്, എല്ലാ വഴികേടും നരകത്തിലാണെന്ന് 1000 പ്രാവശ്യമെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അല്ലാഹുവിന്റെ റസൂൽ ജീവിതത്തിൽ 1000 പ്രാവശ്യമെങ്കിലും പറഞ്ഞതാണ് കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്ത്. എന്നിട്ട് പിന്നെ കുറച്ച് മൂലമ എന്നിട്ട് പറയാം ബിദ്അത്തായാലും കുഴപ്പമില്ല, എന്നാലും നല്ല ചെയ്യാണ്, എന്നാലും സുന്നത്തതാണെങ്കിൽ അത് പറഞ്ഞോട്ട് നിൽക്കുന്നല്ലാതെ ദീനിൽ അതിനടിസ്ഥാനമില്ല എന്നത് വ്യക്തമാണ്. പിന്നെ അതിന് നേരത്തെ പറഞ്ഞ പോലെ നിർവചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പലതരം ബിദ്അത്ത് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നല്ല ബിദ്അത്തും ചീത്ത ബിദ്അത്തും അതേപോലെ ഹറാമായ ബിദ്അത്ത് കറാഹത്തായ ബിദ്അത്തും ഒക്കെ പറഞ്ഞവരുണ്ട്. അത് നമ്മൾ അംഗീകരിക്കുന്നു, നമ്മൾ തർക്കമില്ല. ഇസ്മുൽ അബ്ദുസ്സലാം റഹിമഹുള്ളാഹി ആ നിലയ്ക്ക് വിവരിച്ചത്.
ഇമാം ഷാഫി മഹ്മൂദും മദ്മൂമുമായി വിഭജിച്ചു. അതേപോലെ കേട്ടോട്ടെ, ഇമാം ഷാഫി മഹ്മൂദും മദ്മൂമുമായി വിഭജിച്ചു. അതേപോലെ യൂസുഫ് അബ്ദുൽ സലാം റഹിമഹുല്ലാഹ് അഞ്ചാക്കി വിഭജിച്ചു. വാജിബായത്, കറാഹത്തായത്, ഹറാമായത്, സുന്നത്തായത്, ജായിസായത് അഞ്ചാക്കി വിഭജിച്ചു. ഇമാം ഖറാഫി അങ്ങനത്തെ ഏറ്റുപിടിച്ചു. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു, അതൊന്നും തെറ്റാൻ വേണ്ടില്ല. ആ തരത്തിൽ വിഭജനങ്ങൾ വന്നിട്ടുണ്ട്. അതല്ലാതെ ദീനിൽ ഒരു പുതിയ ആചാരമുണ്ടായി കൊണ്ടുവരുന്നതിനെ അത് ഈ ഗണത്തിൽ പെടുത്തി പണ്ഡിതന്മാരാരും അംഗീകരിച്ചിട്ടില്ല. നബിയുടെ കാലത്തില്ലാത്ത മറ്റ് എന്ത് സംഗതി വന്നാലും അതൊക്കെ ബിദ്അത്ത് എന്ന് പറയുമ്പോൾ നല്ല ബിദ്അത്ത് ഉണ്ടാവും, ചീത്ത ബിദ്അത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്റ്റേജ് ഇട്ടത് നല്ല ബിദ്അത്താന്ന് പറയാം, മൈക്ക് നല്ല